ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഗ്യാപ്പ് അപ്പോഴുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഒരു സൈഡ് വേയുള്ള ഒരു സെഷനായിരുന്നു നിഫ്റ്റിയിൽ പോയിട്ടുണ്ടായിരുന്നത്. 17,270 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 17,337 വരെ ഹൈ പോയി. തുടർന്ന് 17,274.7 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. സിപ്ല, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, L&T, ടാറ്റ മോട്ടോഴ്സ് ആൻഡ് ഫാർമ ഇവരായിരുന്നു നിഫ്റ്റിയിൽ ടോപ്പ് ഗെയിനറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇനി അതുപോലെ നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡോജി ലൈക്ക് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഒരു ഡോജി പാറ്റേണിൻ്റെ ഹൈ അതിൽ നിന്നൊരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. 17,260 നിന്നൊരു ബ്രേക്കൗട്ട് നടന്ന അതിനും മുകളിലാണ് മാർക്കറ്റ് എൻഡ് ആയിരിക്കുന്നത്. എന്നിരുന്നാലും ഇന്നും ഒരു ഡോജി പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു റെസിസ്റ്റൻസ് 17,340 എന്നുള്ള റെസിസ്റ്റൻസിന് ഇന്നത്തെ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇനിയും വീണ്ടും തുടരുകയാണ്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇതൊരു മാർക്കറ്റ് ഇപ്പോൾ ഈ ഡോജി പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ഒരു ഇൻഡിസിസീവ് ആയിട്ടുള്ളൊരു സെഷനാണ് മാർക്കറ്റിൽ കാണുന്നത്. അടുത്ത ഡയറക്ഷൻ നമുക്ക് ഇനിയും ഒരു സൂചനയില്ല. എന്നിരുന്നാലും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സാധ്യതകളാണ് കാണുന്നത്. എന്നിരുന്നാലും ഈ ഒരു 11,240 അതിന് താഴേക്ക് ഒരു ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡൗൺ ട്രെൻഡിനുള്ള ചാൻസസും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിൻ്റെ ഒരു മൂന്ന് ശ്രദ്ധിക്കുക. കാരണം ഒരു ഹൈ ലെവലിലേക്ക് പോകുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് എൻഡിംഗ് ആയിരുന്നു നാസ്ഡാക്കിലുണ്ടായിരുന്നത്. 97 പോയിൻറ്റ്സ് ഡൗണിലാണ് ട്രേഡ് ഉണ്ടായത്. യൂറോപ്യൻ മാർക്കറ്റ് ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ മോഡസ്റ്റ് ഗെയിനോട് കൂടെയാണ് മാർക്കറ്റ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും തന്നെ ഒരു 20 പോയിൻറ്റ്സിന് മുകളിലുള്ള ഒരു ഗെയിൻ ഇന്ന് കാണുന്നുണ്ട്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു മിക്സഡ് ട്രെൻഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. SGX നിഫ്റ്റി ഇപ്പം 26 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആകുന്നു. ഇനി ഗോൾഡിൻ്റെ പ്രൈസിൽ നിന്നൊരു വർധനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഗെയിൻ ഇന്ന് ഡോളർ അഗൈൻസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. 74.89 ഇന്ന് രൂപയുടെ മൂല്യം ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. FIൻ്റെ ഭാഗത്തുനിന്ന് ഒരു നെറ്റ് ബൈ ആയിരുന്നു. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു നെറ്റ് സെല്ലായിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് ഹൈ വോളിയത്തിലുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിൽ സിപ്ല, ലൂപ്പിൻ, ഭാരത് ഇലക്ട്രോണിക്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഇങ്ങനെ കുറേ സ്റ്റോക്കുകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ അമരരാജ ബാറ്ററീസിൻ്റെ ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഹൈയിൽ നിന്നൊരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഇന്ന് നല്ലൊരു ഗെയിൻ ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിലുണ്ടായിരുന്നത്. ഏകദേശം 25-30 പോയിൻറ്റ്സിൻ്റെ മുകളിലൊരു ഗെയിൻ ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ. അപ്പോൾ പ്രീവിയസ് ഹൈയിൽ നിന്ന് ബ്രേക്കൗട്ട് നടന്നതുകൊണ്ട് ഇനിയൊരു അപ് ട്രെൻഡിനുള്ള ചാൻസസ് ഈ ഒരു സ്റ്റോക്കുകൾ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം RSI ഇൻഡിക്കേറ്ററിൽ ഇപ്പം ഓവർബോട്ട് റീജിയനിലേക്ക് ഇപ്പോൾ ഈ സ്റ്റോക്ക് റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിരുന്നാലും ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ട്രാക്ക് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ അതിലും ഒരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട് പ്രീവിയസ് ഹൈയിൽ നിന്നിട്ട്. അപ്പോൾ ഇത് ഒരു ബുള്ളിഷ് സിഗ്നലാണ് ഈ ഒരു സ്റ്റോക്കിലും ട്രെൻഡ് കണ്ടുവരുന്നത്. കഴിഞ്ഞ ഒരു 4-5-6 ദിവസമായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് സിഗ്നലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെയും ഒന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ സൺഫാർമയുടെ സ്റ്റോക്ക് ഇത് ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിലും അതിലും ഇന്നൊരു പ്രീവിയസ് ഹൈയിൽ നിന്ന് ഒരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തായിട്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രൻ്റെ ഒരു ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതിലും ഒരു പ്രീവിയസ് ഹൈയിൽ നിന്ന് ഒരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. ഇന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗെയിൻ ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ. ഏകദേശം 40 പോയിൻറ്റ്സിൻ്റെ അടുത്തൊരു ഗെയിൻ പോയതിന് ശേഷം ആണ് ഈ സ്റ്റോക്ക് ഇന്ന് എൻഡ് ആയത്. അതുമാത്രമല്ല ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ CLSA അതുപോലെ തന്നെ JP മോർഗൻ ഇവർ രണ്ടുപേരും ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു റേറ്റിംഗ് ആണ് ഈ ഒരു സ്റ്റോക്കിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ CLSA അവരുടെ ടാർഗറ്റ് 730 ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. JP മോർഗൻ നോക്കുകയാണെങ്കിൽ അവർ 700 രൂപയാണ് ഇപ്പോൾ പ്രൈസ് ടാർഗറ്റായിട്ട് ഉയർത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല ഇതുപോലെ തന്നെ ഈ ബയോകോണിൻ്റെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിലും അതിലൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു സിഗ്നലാണ് ഇന്ന് കാണാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിന് നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസും കൂടെ നടത്തുക. എന്നിട്ട് നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. അടുത്തായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ട ന്യൂസ് ആയിരുന്നു സൗദിയിലെ ആരാംകോ അവർ റിലയൻസിൽ ഒരു സ്റ്റേക്ക് എടുക്കാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം റിലയൻസ് അവരുടെ AGMൽ അപ്ഡേറ്റുകൾ കൊടുത്തത് ഡിലേ ആകും എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആരാംകോയുടെ CEOൻ്റെ ഭാഗത്ത് വന്ന ന്യൂസ് അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ അത് ആ ഒരു സ്റ്റേക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു റിലയൻസുമായിട്ടുള്ള ടോക്ക് ഇനിയും പ്രോഗ്രസ്സിൽ തന്നെയാണ്. അപ്പോൾ അത് ഞങ്ങൾ ഓൺ ട്രാക്കിലാണെന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അവർ ഏകദേശം $15 ബില്യൺ സ്റ്റേക്ക് റിലയൻസിൽ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് FDCനെ സംബന്ധിച്ചിടത്തോളം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഷെയർ ബൈബാക്കിനുള്ളൊരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 21.63 ലക്ഷം ഷെയർസ് 450 രൂപ പെർ ഷെയറിൽ വാങ്ങാനുള്ളൊരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ കോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ പ്രൊഡക്ഷൻ അത് വീണ്ടും കട്ട് ഡൗൺ ചെയ്തു എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ കൊടുത്തിരിക്കുന്നു. അടുത്തതായിട്ട് സ്റ്റീൽ സ്ട്രിപ്സ് വീൽസിലേക്ക് നോക്കുമ്പോൾ അവർക്ക് വീണ്ടും ഒരു ഓർഡർ വിൻ ചെയ്തതായിട്ട് കാണിച്ചിരിക്കുന്നത് US കാരവാൻ ട്രെയിലർ മാർക്കറ്റിൽ നിന്ന് ഏകദേശം 30,000 വീൽസിൻ്റെ ഒരു ഓർഡർ എന്നാണ് അവരുടെ അപ്ഡേറ്റുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്.
ഇനി അടുത്തതായിട്ട് തേജസ് നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് L&Tൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഡിഫൻസ് നെറ്റ്വർക്ക് പ്രൊജക്റ്റുമായിട്ട് ഒരു വിൻ ചെയ്തതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഏകദേശം 66 കോടി വർത്ത് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണെന്നാണ് അപ്ഡേറ്റുകളിൽ കൊടുത്തിരിക്കുന്നത്. തുടർന്ന് ഈ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിൽ പോയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ട് 5ാമത്തെ ദിവസം ഈ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിൽ പോകുന്നു എന്നാണ് അപ്ഡേറ്റുകളിൽ കാണാനുള്ളത്. ഇനി അടുത്തതായിട്ട് Q1 റിസൾട്ട്സ് എന്ന കമ്പനികൾ നോക്കുമ്പോൾ Affle ഇന്ത്യയുടെ Q1 റിസൾട്ട്സിൽ റവന്യൂവിൽ 20% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 42.3% വർധനവും ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ബിസിനസ് റവന്യൂ നോക്കുമ്പോൾ 39% വർധനവും അവർക്ക് ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത് എബ്രോഡ് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റവന്യൂ ആണ് ഇവർ കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു നല്ല ന്യൂസിനെ തുടർന്ന് നല്ലൊരു അപ് ട്രെൻഡ് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് കാണാനുണ്ടായിരുന്നു. അടുത്തായിട്ട് IPCA ലാബോറട്ടറീസിൻ്റെ Q1 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 42.3% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 3.4 മടങ്ങിലധികം വർധനവും ഉണ്ടായി എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. എക്സ്പോർട്ട് സെയിൽസ് നോക്കുകയാണെങ്കിൽ അതിലും 62% വർധനവ് ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ നല്ല റിസൾട്ട്സാണ് ഇവർക്കും ഉണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് TTK പ്രസ്റ്റീജിൻ്റെ ഏർണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 93% ഡിക്ലൈൻ ആണ് ഉണ്ടായിരിക്കുന്നത് അവർക്ക്. അതുപോലെ തന്നെ റവന്യൂവിൽ നോക്കുമ്പോഴും 50.9% ഡിക്ലൈൻ ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് വരുമ്പോൾ അവർക്ക് 65% ഡിക്ലൈൻ ആണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ റവന്യൂ നോക്കുമ്പോഴും അതിലും 55% ഡിക്ലൈൻ ഉണ്ടായതായിട്ട് പറയുന്നു. ഇനി ഇക്വിറ്റാസ് ഹോൾഡിംഗ്സിന് നല്ലൊരു ഏർണിംഗ്സ് റിലീസ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. നെറ്റ് പ്രോഫിറ്റിൽ 1.7% വർധനവും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 19% വർധനവും അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രോസ് NPL നെറ്റ് NPLലും ഒരു ചെറിയ കുറവ് കൊണ്ടുവരാൻ സാധിച്ചു എന്നും കാണിച്ചിട്ടുണ്ട്. മൊറട്ടോറിയം നോക്കുകയാണെങ്കിൽ ജൂണിൽ 51% ലോണുകൾ മൊറട്ടോറിയത്തിലായിരുന്നു. അത് ഈ ജൂലൈ ആകുമ്പോഴത്തേക്ക് 43% കുറയ്ക്കാൻ സാധിച്ചു എന്നാണ് കാണിച്ചിരിക്കുന്നത്. അഡ്വാൻസസ് നോക്കുമ്പോഴും ഡെപ്പോസിറ്റ് നോക്കുമ്പോഴും രണ്ടിലും ഒരു വർധനവ് അവർക്ക് വന്നതായിട്ടും കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസുകളൊക്കെ തുടർന്ന് നല്ലൊരു അപ് ട്രെൻഡ് ഈ സ്റ്റോക്കിലും കാണാനുണ്ടായിരുന്നു. അടുത്തതായിട്ട് സീമെൻസിൻ്റെ Q1 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 58.7% ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 4.6 കോടിയുടെ നെറ്റ് ലോസും അവർ ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി അവരുടെ സെഗ്മെൻറ്റ് വൈസ് റവന്യൂ നോക്കുകയാണെങ്കിൽ എല്ലാ സെഗ്മെൻറ്റിലും തന്നെ 50 മുതൽ 70% വരെയുള്ള ഒരു ഡിക്ലൈൻ ആണ് റവന്യൂവിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അവരുടെ 75% പ്രോജക്റ്റ് സൈറ്റുകളും റീഓപ്പൺ ചെയ്തു കഴിഞ്ഞു. അതും 20 മുതൽ 70% കപ്പാസിറ്റിയിൽ അവർ റൺ ചെയ്യാൻ സാധിക്കുന്നു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് അസ്ട്രാസെനക്കയുടെ Q1 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 5% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 13% ഡിക്ലൈനുമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ശില്പ മെഡിക്കെയറിൻ്റെ Q1 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 38.4% വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല നെറ്റ് പ്രോഫിറ്റിൽ 5 മടങ്ങിലധികം വർധനവ് അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് കാണിച്ചിരിക്കുന്നത്. അവരുടെ ഓരോ ഫോർമുലേഷൻ റവന്യൂവും API റവന്യൂ നോക്കുമ്പോഴെല്ലാം തന്നെ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു സെയിൽസും അതുപോലെ തന്നെ റവന്യൂ ഉണ്ടായി എന്ന രീതിയിലും അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നു. അടുത്തതായിട്ട് ബിർള കോർപ്പറേഷൻ്റെ Q1 റിസൾട്ട്സ് നോക്കുമ്പോൾ റവന്യൂവിൽ 35% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 53% ഡിക്ലൈനുമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം വേറെ രണ്ട് അപ്ഡേറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ദുർഗാപൂർ ഫെസിലിറ്റിയിലുള്ള സിമെൻറ്റ് കപ്പാസിറ്റി വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ പോകുന്നു എന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഇവരുടെ ഒരു സിമെൻറ്റ് പ്ലാന്റിൻ്റെ ഒരു കമ്മീഷനിങ് അത് ഓഗസ്റ്റ് 2021 കമ്മീഷൻ ചെയ്യേണ്ട ഒരു പ്ലാന്റിൻ്റെ കമ്മീഷനിങ് ഡിലേ ആകും എന്ന രീതിയിലും അപ്ഡേറ്റുകൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് പെർസിസ്റ്റൻറ്റ് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ CEO റിസൈൻ ചെയ്തതായിട്ടൊരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 9 ലെറ്റർ വഴിയായിട്ട് അദ്ദേഹം റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്തു. അതും കമ്പനിയുടെ ഭാഗത്തുനിന്നും ആ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ കാണാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. പിന്നെ അടുത്തതായിട്ട് ഇന്ന് ടെലികോം കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുപ്രീം കോടതിയിൽ ഹിയറിംഗ് നടക്കുകയാണ് AGR കേസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു കേസിനൊക്കെ മുന്നോടിയായിട്ട് ഹിയറിങ്ങിനൊക്കെ മുന്നോടിയായിട്ട് ഇന്ന് സ്റ്റോക്കുകളൊക്കെ അപ് ട്രെൻഡുകളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഡിസിഷൻസ് ഒക്കെ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ അത് വോഡാഫോൺ, ഭാരതി എയർടെൽ ഇങ്ങനെയുള്ള കമ്പനികൾക്ക് ഇതൊരു ഇമ്പാക്റ്റുകൾ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. അതുമാത്രമല്ല നമ്മൾ ഇന്നലെ കണ്ട ന്യൂസായിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ മേക്ക് ഇൻ ഇന്ത്യ എന്ന രീതിയിലുള്ള മൂവിലേക്ക് പോകുന്നുണ്ട്. ഏകദേശം 100-ലധികം പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു ന്യൂസുകളെ തുടർന്ന് ഇന്ന് ഡിഫൻസ് സെക്ടറിലുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ലൊരു അപ് ട്രെൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ സെക്ടറിലുള്ള സ്റ്റോക്കും അതുപോലെ ഈ ഒരു ന്യൂസും കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ ഇതിനെക്കുറിച്ച് കിട്ടുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കുകൾ നമുക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. ഇനി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് വഴിയായിട്ടൊക്കെ അറിയിക്കുക. അപ്പോൾ പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.